ഇവിടെ ലോകം തീർന്നാലും ലോകത്തിൽ നിന്ന് നാം തീർന്നാലും ഒരു ജീവിതത്തെ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത്, ഒരു സഹോദരി എന്നോട് ഇങ്ങനെ നമുക്ക് ദൈവവുമായി ശരിയായ രീതിയിൽ ഒരു കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കും എന്ന് ചോദിക്കുകയുണ്ടായി. ഇപ്പോഴും ദൈവത്തോട് നമുക്ക് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയാൻ സാധിക്കും, ഇല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റും, കൂട്ടായ്മ ആചരിക്കാൻ സാധിക്കും എന്ന് സംശയിക്കുന്ന പലരുമുണ്ട്. ആ സഹോദരി ചോദിച്ചതുപോലെ, എനിക്ക് എങ്ങനെ ദൈവവുമായി നേരിട്ട് കൂട്ടായ്മ ആചരിക്കുവാൻ സാധിക്കും, അത് സാധ്യമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും സാധിക്കും എന്നാണ് എൻ്റെ മറുപടി. ഇതറിയണമെങ്കിൽ യേശു എന്തിന് ഈ ലോകത്തിൽ വന്ന് മനുഷ്യനായി അവതരിച്ചു എന്ന് നാം ആദ്യം അറിഞ്ഞിരിക്കണം. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിന് യേശുവിന്റെ ക്രൂശ് മരണത്താലുള്ള നീതി സ്വീകരിക്കപ്പെടുകയും ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുകയും, അതായത് യേശുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ലഭിച്ച ആ നീതി സ്വീകരിച്ചവർക്ക് മാത്രമേ യേശു ക്രിസ്തുവിലൂടെ ദൈവവുമായി ഒരു ബന്ധത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകൂ. ഇപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും ദൈവത്തെ വിളിക്കുന്നത് നമ്മുടെ ഭൗതിക നന്മകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളത് വളരെ പരിതാപകരമായ ഒരു കാര്യമായി മാറുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഭൗതിക നന്മകൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടായാൽ എങ്കിൽ ആ അടിസ്ഥാനത്തിൽ മാത്രമാണ് ക്രിസ്ത്യാനികൾ എന്ന് അഭിമാനിക്കുന്നവർ പോലും തമ്മിൽ മാർക്കിടുന്നത്. നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു കാര്യം, ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി അവതരിച്ചത് നമുക്ക് വീടും കാറും മക്കളുടെ കാര്യങ്ങളും നമ്മുടെ ലോക സുഖങ്ങൾക്കും വേണ്ടി മാത്രമല്ല എന്നുള്ളതാണ്. കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും. നഷ്ടപ്പെടുന്ന ആത്മാക്കളെ തേടി അവരെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ഹല്ലേലൂയ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം പറയുകയാണ്, കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന്. പ്രൈസ് ഗോഡ്. ദൈവ പൈതലെ, മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യനായി അവതരിച്ച് പാപിയല്ലായിരുന്നിട്ടും 2 കൊരിന്ത്യർ 5-ാം അധ്യായം 21-ാം വാക്യം പറയുകയാണ്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കിയെന്ന്. ഞാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുകയാണ്, എല്ലാം പൂർത്തിയായി നിവർത്തിയായി എന്ന ശബ്ദത്തോടെ ക്രൂശിൽ മരിച്ചപ്പോൾ താൻ നമുക്ക് വേണ്ടിയുള്ള തന്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെട്ടു. ചിലർ ചോദിക്കും, അപ്പോൾ വിഷയങ്ങൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിച്ചോളൂ. എന്നാൽ നമ്മുടെ വിടുതൽ, നമ്മുടെ നന്മകൾ ദൈവരാജ്യത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തിയിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഏതൊരു ദൈവ പൈതലിന്റെയും പുറകെ വരുന്ന ബൈ പ്രോഡക്റ്റുകൾ മാത്രമാണിവയൊക്കെയും. ഹല്ലേലൂയ. ആകയാൽ എന്ത് തിന്നും കുടിക്കും എന്ന് നിങ്ങൾ അറിയണ്ട, ഇതൊക്കെയും സ്വർഗസ്ഥനായ പിതാവ് നമുക്ക് നൽകുമെന്ന് വചനത്തിലൂടെ ഉറപ്പു നൽകുകയാണ്. ഹല്ലേലൂയ. ദൈവ പൈതലെ, യേശുവിന്റെ ക്രൂശും മരണത്തിലൂടെ നമുക്ക് ലഭിച്ച, അല്ലെങ്കിൽ ആ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ നമുക്ക് ലഭിച്ച ആ അനുഗ്രഹത്തിൽ നമുക്ക് വേണ്ടുന്നതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അതുകൊണ്ടാണ് വചനം നമ്മോട് പറയുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലതും നമുക്ക് നൽകാതിരിക്കുമോ എന്ന്. ഹല്ലേലൂയ. ദൈവവുമായുള്ള കൂട്ടായ്മയിൽ നാം പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ പാപത്തെ അംഗീകരിക്കണം, ഏറ്റുപറയണം. ഹല്ലേലൂയ. ദൈവസന്നിധി നീതിമാനായിരിക്കുക എന്നത് ദൈവം നമുക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികളോടുള്ള നമ്മുടെ പ്രതികരണത്തിന് അനുസരിച്ചായിരിക്കും. ഹല്ലേലൂയ. എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യത്തിൽ യോഹന്നാൻ സ്നാപകൻ തന്റെ അടുക്കലേക്ക് നടന്നു വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് പറയുക, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. ഹല്ലേലൂയ. നാമും ഇതുപോലെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കണം. അത് വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ജീവിതത്തിലേക്ക്, ആ ബന്ധത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കൂ. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു, എന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന്. നോക്കുക, കാര്യസാധ്യതകൾക്കായി ഇന്ന് പല രീതികളും പല മാർഗങ്ങളും ഉണ്ടായേക്കാം. ഇതിനായി പല രീതികൾ പിന്തുടരുന്നവരുമുണ്ട്. ഇവിടെ ലോകം തീർന്നാലും ലോകത്തിൽ നിന്ന്
നാം തീർന്നാലും അവസാനിക്കാത്ത ഒരു ജീവിതത്തെ ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. ആമേൻ, പ്രൈസ് ഗോഡ്. ഇവിടെ അതിപ്രധാനമായ ഒരു കാര്യം നാം ചിന്തിക്കേണ്ടത്, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നാം മിസ്ഗൈഡ് ചെയ്യപ്പെടാറുണ്ടോ എന്നുള്ളതാണ്. ദൈവം നമുക്കായി ഒരു രക്ഷകനെ അയച്ചു. താൻ ഈ ലോകത്തിലേക്ക് മനുഷ്യനായി അവതരിച്ച് കാൽവരി ക്രൂശിലെ തന്റെ മരണത്താൽ തന്റെ ദൗത്യം പൂർത്തീകരിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2:21 പറയുന്നത് പോലെ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും, അല്ലെ രക്ഷപ്പെടും എന്നുള്ളൊരു വാഗ്ദാനവും നമുക്ക് നൽകി. ആമേൻ. എടുത്ത് പറയുകയാണ്, മറ്റൊരുവനിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ നൽകപ്പെട്ട മറ്റൊരു നാമവും ഇല്ല എന്ന്. അത് എന്ത് നാമമാണ്? യേശു എന്ന നാമം. ഹല്ലേലൂയ. നാം ചിന്തിക്കേണ്ടത്, നാം ആർക്കാണ് മുഖ്യസ്ഥാനം കൊടുക്കുന്നത്? വചനാടിസ്ഥാനത്തിലാണോ നിൽക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്, അല്ലേ? ഒരു വിശ്വാസിയാണെങ്കിൽ ഒരു തീരുമാനമെടുക്കുക, വചനാടിസ്ഥാനത്തിൽ മാത്രമേ നാം ഇനി ജീവിക്കുള്ളൂ എന്ന്. ഇതിനായി നാം ആദ്യം ചെയ്യേണ്ടത് വചനത്തിലേക്ക് തിരിയുക, തിരുവചനത്തിലേക്ക് തിരിയുക. തിരുവചനം പറയാത്ത ഒരു മാർഗവും ഞാൻ സ്വീകരിക്കില്ല എന്ന് തീരുമാനമെടുക്കുക. അപ്പോസ്തലന്മാർ തിരുവചനത്തിലൂടെ കാണിച്ചു തന്നതും ചെയ്തിരുന്നതുമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് തീരുമാനമെടുക്കുവാൻ സാധിക്കുമോ? തിരുവചനം വായിക്കുക. ബൈബിളിന്റെ എഴുത്തുകാരൻ അല്ലെങ്കിൽ തിരുവചനത്തിന്റെ എഴുത്തുകാരൻ, ഓഥർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് അഥവാ ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവവചനം ദൈവശ്വാസീയമാണ്. ദൈവവചനത്തിനെതിരായി നാം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ നാം ദൈവത്തെ അപമാനിക്കുന്നതിന് തുല്യമാണല്ലേ? നമുക്ക് മഹത്വപ്പെടുത്തുവാനും സ്തുതികൾക്കും പുകഴ്ചകൾക്കും യോഗ്യനായവൻ ഒരാൾ മാത്രം. യെശയ്യാവിന്റെ പുസ്തകം 42 അധ്യായം 8 പറയുന്നു, ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കില്ല. ഇതിനാൽ നാം നമ്മുടെ ആരാധനയും സ്തുതിയും അപേക്ഷകളും മധ്യസ്ഥതകളുമായി ഓടിച്ചെല്ലുവാൻ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഒരു വഴി തുറന്നു കിട്ടിയിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ആ വഴി നമുക്കായി തുറന്നു കിട്ടിയിരിക്കുന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മോട് വചനത്തിലൂടെ പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലില്ല എന്ന്. ഹല്ലേലൂയ. ക്രിസ്തുവിലൂടെ ദൈവവുമായിട്ട് ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ നമുക്ക് ഒരുങ്ങി കിട്ടിയിരിക്കുന്ന ഈ നല്ല അവസരത്തിന്, ഈ പദവിക്കായി ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇനി ഒരു കാര്യം, ഈ കൂട്ടായ്മ ബന്ധത്തിൽ നമുക്ക് എല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളെക്കുറിച്ച് പിന്നെ നമ്മൾ വറിയാവണ്ട ആവശ്യമില്ല. കൊരിന്ത്യർ 2 അധ്യായം 9 പറയുകയാണ്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എന്നാൽ ദൈവം നമുക്കോ തന്റെ ആത്മാവിനാൽ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അതെ, ദൈവത്തിന്റെ ആത്മാവിനാൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകളും, അതായത് ആത്മീയവും ഭൗതികമായ നന്മകളെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതേ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ യേശുക്രിസ്തു ക്രൂശിലൂടെ നമുക്ക് നൽകിയ ഈ ബന്ധത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് നമ്മെ ദൈവം ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, ആർക്കും കടന്നു ചെല്ലുവാൻ സാധിക്കുന്ന ഒരു രക്ഷ യേശു ക്രിസ്തുവിലൂടെ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈ രക്ഷാകര പ്രവൃത്തിയിലേക്ക് പ്രവേശിച്ച നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സന്തോഷിക്കൂ, ധൈര്യമായിരിക്കൂ. ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്കായി ഒരുക്കിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ദൈവത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വിശ്വസിക്കുക, നമുക്ക് വേണ്ടി ജീവൻ തന്ന, നമ്മെ വീണ്ടെടുത്ത, ജീവിക്കുന്ന ഒരു ക്രിസ്തു നമ്മോടൊപ്പമുണ്ട്. ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് പറയുക, 1 യോഹന്നാൻ 4 അധ്യായം 4 ഇതിലുള്ളവൻ ലോകത്തിനുള്ളവനേക്കാൾ വലിയവൻ. നമ്മുടെ ജീവിതയാത്രയിൽ നാം ഒറ്റയ്ക്കല്ല, നമ്മോടൊപ്പമുള്ള പരിശുദ്ധാത്മാവാം ദൈവം. ഹല്ലേലൂയ. അങ്ങനെ ദൈവവുമായുള്ള കൂട്ടായ്മ ബന്ധത്തിൽ നമുക്ക് ഈ ലോകത്തിൽ മാത്രമല്ല പരലോകത്തിലും വാഗ്ദത്തം ചെയ്ത നന്മകളെ അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.